നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസ്റ്റോറന്റ് ബിസിനസ്സിലെ കോമ്പറ്റീഷനെ കുറിച്ചാണ്. ഒരു റെസ്റ്റോറന്റ് ബിസിനസ് നമ്മൾ ആരംഭിക്കാൻ പോകുമ്പോൾ നമ്മൾ ആരംഭിക്കുന്ന മാർക്കറ്റിലെ എത്രത്തോളം നമുക്ക് റെസ്റ്റോറന്റ് ബിസിനസ്സിൽ കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. ഇങ്ങനെ അനലൈസ് ചെയ്യാതെ നമ്മൾ ബിസിനസ് ആരംഭിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യഘട്ടത്തിലൊക്കെ കസ്റ്റമർ ഉണ്ടാവും, പിന്നെ കസ്റ്റമർ നമ്മളിലേക്ക് വരാതെ മറ്റുള്ള ബിസിനസ്സുകളിൽ തന്നെ പഴയ ബിസിനസ്സുകളിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് സാധാരണഗതിയിൽ. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന മെനു മറ്റുള്ള റെസ്റ്റോറൻറ്റുകളുടെ അതേ സെയിം കോപ്പി പേസ്റ്റ് മെനു ആയി കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമറെ നമുക്ക് അട്രാക്ട് ചെയ്യുന്നതിന് പ്രയാസം നേരിടും. ഇതും ബിസിനസിന്റെ ഒരു പ്രശ്നത്തിലേക്ക്, ഒരു ചലഞ്ചസ് ആയിട്ട് നമുക്ക് മാറും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, കോമ്പറ്റീറ്ററെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവരുടെ ബിസിനസ്സിലെ കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കോമ്പറ്റീഷൻ ഏതൊക്കെ തരത്തിലാണ് നമുക്കുണ്ടാകുക എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒന്ന്, ഡയറക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയും. ഡയറക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന റെസ്റ്റോറൻറ്റിന്റെ അതേ രീതിയിലുള്ള മറ്റു റെസ്റ്റോറൻറ്റുകൾ പല രൂപത്തിലുള്ള പൊസിഷൻ ചെയ്ത റെസ്റ്റോറൻറ്റുകളായിരിക്കും. നിങ്ങൾക്കറിയാം, മൾട്ടി ക്യൂസൻ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവും, ഫാമിലി റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവും, കഫേകൾ ഉണ്ടാവും, ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ QSR സർവീസ് കൊടുക്കുന്ന അത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റുകളിൽ ഡയറക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഏത് പൊസിഷനിലാണോ നമ്മളുടെ റെസ്റ്റോറൻറ്റിനെ നമ്മൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത്, ഇതേ പൊസിഷൻ ചെയ്തിരിക്കുന്ന മറ്റു റെസ്റ്റോറൻറ്റുകളുമായിട്ട് നമ്മൾ നേരിടേണ്ടി വരുന്ന കോമ്പറ്റീഷനെയാണ് ഡയറക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഡയറക്റ്റ് കോമ്പറ്റീഷന്റെ ഘടകങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ആ ഡയറക്റ്റ് കോമ്പറ്റീഷൻ അനലൈസ് ചെയ്യേണ്ടത്? ഒന്ന്, നമ്മളുടെ മെനു. നമ്മളിലുള്ള അതേ മെനുകൾ തന്നെ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ മെനു ആയിരിക്കും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇത് ഡയറക്റ്റ് കോമ്പറ്റീഷൻ കൊണ്ടുവരും. ഇങ്ങനെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? കസ്റ്റമറെ ഡിവൈഡ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ് അവിടെ സംഭവിക്കുക. പുതിയ കസ്റ്റമറെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ ലോയൽ കസ്റ്റമറായിട്ട് അവരെ നമ്മുടെ ബിസിനസ്സിൽ തന്നെ നിലനിർത്താനോ നമുക്ക് കഴിയില്ല. അവർ ഇന്ന് നമ്മളിൽ നിന്ന് കഴിക്കും, നാളെ അപ്പുറത്തെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കും. അപ്പോൾ റെഗുലർ ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ കസ്റ്റമറെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല, നമ്മളിൽ തന്നെ നിലനിർത്താൻ കഴിയില്ല. ഇത് ഒരു വലിയ കോമ്പറ്റീഷനാണ്. ഇത് ബിസിനസ്സിനെ സാരമായിട്ട് ബാധിക്കുന്ന രൂപത്തിലുള്ള ഒരു കോമ്പറ്റീഷനാണ്. അപ്പൊ ഇതിനെ നമ്മൾ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെനു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന രീതിയിൽ അവരുടെ മെനുകളെ നമ്മൾ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് എന്തൊക്കെ യുണീക്ക് ആയിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ മെനുവിൽ കൊണ്ടുവരാം എന്നുള്ളത് കണ്ടെത്തി അതിനനുസരിച്ച് മാറ്റം കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ഈ ഡയറക്റ്റ് കോമ്പറ്റീഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ രണ്ടാമത്തെ പോയിന്റ് ഇൻഡയറക്റ്റ് കോമ്പറ്റീഷൻ ആണ്. എന്താണ് ഇൻഡയറക്റ്റ് കോമ്പറ്റീഷൻ? നമ്മൾ പൊസിഷൻ ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റിന്റെ അതേ പൊസിഷനിങ്ങിൽ അല്ലാതെ മറ്റൊരു രീതിയിൽ പൊസിഷൻ ചെയ്ത റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് പല രൂപത്തിലാണ്. പ്രൈസിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോമ്പറ്റീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോമ്പറ്റീഷൻ ആയിരിക്കാം, പ്രസന്റേഷൻ രീതികളെ, ആംബിയൻസിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള കോമ്പറ്റീഷൻ ആയിരിക്കാം. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. അവിടെ അവർ കൊടുക്കുന്ന സർവീസിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ നമ്മളുമായിട്ട് കോമ്പറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മെനുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും നമ്മളുടെ മെനുകൾ എൻറ്റയർലി ഡിഫറെന്റ് യുണീക്ക് ആയിട്ടുള്ള മെനുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ അവരവിടെ കൊടുക്കുന്ന ആംബിയൻസ് എന്തൊക്കെയാണ്? തീം ബേസ് തീമുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും റെസ്റ്റോറൻറ്റിനുള്ളിൽ ആംബിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ നമുക്ക് ഇവിടെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാം? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ ബാധിക്കുന്ന കോമ്പറ്റീഷനുകളെ നമുക്ക് എന്ത് ചെയ്യാം? മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് പ്രൈസിങ് ആണ്. പ്രൈസിങ് ഒരു വലിയ കോമ്പറ്റീഷനാണ്. നമ്മൾ ഒരേപോലെയുള്ള റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്ന ഒരു വിപണിയിലാണ് നമ്മൾ വരുന്നതെങ്കിൽ അവരുടെ പ്രൈസിങ്ങും നമ്മളുടെ പ്രൈസിങ്ങും കമ്പയർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പല ഉൽപ്പന്നങ്ങളും, പൊറോട്ട അല്ലെങ്കിൽ ഫിഷ് കറി, ഇത്തരത്തിലുള്ള മീൽസ്, ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിൽ പ്രൈസിങ് പെട്ടെന്ന് ആളുകൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും.
അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡയറക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞു മെനുകള്, നമ്മൾ എന്തിനു യുണീക്ക് ആയിട്ട് മാറ്റുക. അതിന്റെ പ്രസന്റേഷൻ രീതികൾ, അതിലുള്ള ഇൻഗ്രീഡിയൻസുകൾ അല്ലെ ടേസ്റ്റുകൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? യുണീക്ക് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. യുണീക്ക്നെസ് കൊണ്ടുവരിക അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിലൊക്കെ. അപ്പൊ നമ്മുടെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുന്നതിന് പ്രയാസം വരും. നമ്മുടെ സെർവിങ് രീതികൾ, നമ്മൾ സെർവ് ചെയ്യുന്ന രീതികൾ മറ്റു രീതിയിലേക്ക് മാറ്റുക. ഇപ്പം ബഫേ ലഞ്ച് കൊടുക്കുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, മറ്റുള്ളവർ സാധാരണ താലി മീൽസുകളായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആയി, രണ്ടും രണ്ട് രീതിയിലാണ് പ്രസന്റേഷൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രൈസിങ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഇല്ലാതെ വരും. കാരണം രണ്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് കസ്റ്റമർ മാറും. അപ്പം നമ്മുടെ കോമ്പറ്റേറ്റീവ് അനലൈസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് റെസ്റ്റോറൻറ്റിൽ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആണ് ഉണ്ടാവുക. നമ്മുടെ അതേപോലെയുള്ള റെസ്റ്റോറൻറ്റുകൾ തമ്മിലുള്ള ഡയറക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവും. ഈ കോമ്പറ്റീഷനിൽ നമ്മൾ അവരുടെ മെനുവിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് അനലൈസിസ് ചെയ്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ മെനുവിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചിന്തിച്ച് കറക്റ്റ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് ഇൻഡയറക്റ്റ് കോമ്പറ്റീഷൻ ആണ്. നമ്മളുമായിട്ട് നമ്മളുടെ പൊസിഷൻ ചെയ്യാത്തതും എന്നാൽ നമ്മളുമായിട്ട് കോമ്പറ്റീഷനിൽ വരുന്നതുമായിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, ഇതേപോലെയുള്ള സ്ഥാപനങ്ങളെ കണ്ടെത്തുകയും അവരുടെ സ്ട്രാറ്റജികളെ മനസ്സിലാക്കുകയും അതിന് യുണീക്ക് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന സ്ട്രാറ്റജികൾ നമ്മുടെ ബിസിനസ്സിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് പ്രൈസിങ് ആണ്. പ്രൈസിങ്ങിൽ നമ്മൾ കോമ്പറ്റീഷന് പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബിസിനസ്സിലെ യുണീക്ക്നെസ്സുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രൈസിങ്ങിലെ കോമ്പറ്റീഷൻ നമ്മൾ ഒഴിവാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ റെസ്റ്റോറൻറ്റ് ബേസ്ഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അടുത്ത മറ്റ് നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്